ഹേ ഗായ്സ് എല്ലാവർക്കും വെൽക്കം മൂവി ബഫിലേക്ക് എല്ലാവർക്കും വെൽക്കം ഗായ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് മൂവി അപ്ഡേറ്റ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇത്തിരി വൈകിപ്പോയി എന്നറിയാം, പക്ഷേ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ കാരണം ഇത്തിരി അതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ വരെ അറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ന്യൂ ഇയറിൻ്റെ വീഡിയോ ഇടാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഫസ്റ്റത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പാട്രിയോട്ടാണ്. പാട്രിയോട്ട് മൂവീൻ്റെ നമ്മുടെ മമ്മൂക്കേൻ്റെ കുറച്ച് എന്താ പറയുക സ്റ്റിൽസ് പുറത്തു വിട്ടിട്ടുണ്ട്. പാട്രിയോട്ടിൻ്റെ ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ ഒരു കേക്കിൻ്റെ സെലിബ്രേഷനും വീഡിയോയിലത്തെ ഒരു ഫോട്ടോയും കൂടി ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്, ഇവിടെ കാണാൻ പറ്റും. പിന്നെ അടുത്തത് ആണ് നമ്മുടെ ജനനായകൻ മൂവിയുടെ ട്രെയിലർ. ജനുവരി 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ട്രെയിലർ റിലീസാവുന്നുണ്ട്. 8:45 8:45 PM കേട്ടോ റിലീസാവുന്നത്. ഓക്കെ, ഞാൻ വെയിറ്റിംഗ് ആണ്. നമുക്ക് ട്രെയിലർ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും ഇത് ഏതാണെന്ന്, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. എന്തായാലും ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത ബുക്കിംഗ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കേരളത്തിലാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. എന്നാലും ആ ലിയോൻ്റെ അത്രയ്ക്കും ഉള്ള ഒരു പവർ കിട്ടുന്നില്ല. കാരണം ഇത്തിരി ഹൈപ്പ് കുറവുണ്ട്. എനിക്ക് തോന്നുന്നത് ന്യൂ ഇയറിൻ്റെ ആ ഹാങ് ഓവർ മാറാത്തതുകൊണ്ടായിരിക്കും. ഞാൻ തന്നെ 2 മണിക്ക് അടിച്ചത്. എൻ്റെ പൊന്നെ, ഒരു രക്ഷ പോട്ടെ സാറല്ലേ. അടിപൊളിയായ പരിപാടിയായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും എല്ലാവരും ബുക്ക് ചെയ്യാം. ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ബുക്ക് ചെയ്യാത്തവർ, കാണാൻ താല്പര്യമുള്ളവർ. എന്തൊക്കെയായാലും ട്രെയിലർ നാളെ വരട്ടെ. നമുക്ക് പറ്റുകയാണെങ്കിൽ റിയാക്ഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തതാണ് സ്പിരിറ്റ്. എൻ്റെ പൊന്നാളി, അതിൻ്റെ ഒരു പോസ്റ്റർ നമ്മുടെ വാങ്ങാൻ റെഡി, സന്ദീപ് വാങ്ങാൻ റെഡി. ഞാനത് എടുത്തു നോക്കാൻ മറന്നുപോയി. ഞാൻ പോസ്റ്റർ റിലീസാവണ കാര്യം, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസാവണ കാര്യം ഞാൻ മറന്നുപോയി. ഇന്നലെ ഞാൻ കണ്ടു. ഒരു രക്ഷയില്ലാത്ത സാധനം, ഒരു രക്ഷയില്ല, കിണ്ണങ്കാച്ച് സാധനം. എൻ്റെ പൊന്നെ, നോക്കിയാൽ അതിലത്തെ പരിക്കുകളൊക്കെ എവിടെന്നോ തല്ല് വാങ്ങി കൂട്ടി വന്നിട്ട് ഭാര്യ ചികിത്സിച്ച് നേരാക്കുന്ന പരിപാടി, ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കാമെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയാലും മറ്റേ സിഗരറ്റ് വലിച്ച് കൊടുക്കുന്ന പുള്ളിൻ്റെ എല്ലാ സിനിമയിലും കാണുന്ന ഈ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഭാര്യ അടിമകൾ എന്ന് പറയണ ആ ഒരു കൺസെപ്റ്റ് നിർത്തണം. ഇത് ഒരുമാതിരി സിഗരറ്റ് കത്തിച്ച് കൊടുക്കുക പരിപാടി. പക്ഷേ എനിക്ക് ആ ഒരു പോസ്റ്റർ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. 2 പേരുടെ ലുക്കും. പ്രഭാസിൻ്റെയും പറയണ്ടല്ലോ, തൃപ്തി മതി, ഒരു രക്ഷയില്ല. പുള്ളിക്കാരി ഷീസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ആൻഡ് പ്രഭാസിൻ്റെ ലുക്ക്, ഹെയർ സ്റ്റൈല്, കൂളിംഗ് ഗ്ലാസ്, പിന്നെ ബോഡി നോക്കിയാൽ ഫിറ്റായിട്ടോ പുള്ളി. ഓക്കെ, എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് രാജാസാബൊന്നുമല്ല. ഈ എന്താ പറയുക സ്പിരിറ്റും പിന്നെ കൽക്കി 2 വേണ്ടിയിട്ടാണ് ഞാൻ പ്രഭാസിൻ്റെ മൂവി വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്തത് നമുക്ക് നോക്കാം. ഇത് ഇത്തിരി ടഫാണ് കേട്ടോ വായിക്കാൻ. ഞാൻ വേറൊരു അപ്ഡേറ്റ് പറയാം. ടോക്സിക് മൂവിൻ്റെ പോസ്റ്റർ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. നയൻതാരൻ്റെ പോസ്റ്ററാണ്. കിടുക്കാച്ചി പോസ്റ്റർ, ഒരു രക്ഷയില്ലാത്ത പോസ്റ്റർ. ഞാൻ ഇതുവരെ റിലീസ് ചെയ്തതിൽ 3 പേരുടെ പോസ്റ്റേഴ്സാണ് റിലീസായിരിക്കുന്നത് ഇതുവരെ. കിയാര അദ്വാനിൻ്റെയും ഹുമ ഖുറേഷി എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസിൻ്റെയും പിന്നെ നയൻതാര ഉള്ള കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. നയൻതാര ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കിയാര അദ്വാനി ഉള്ള കാര്യം അറിയായിരുന്നു, ഹുമ ഖുറേഷി അറിയുന്നതാണ്. അപ്പോൾ ഇനി നയൻതാരൻ്റെ പോസ്റ്ററാണ് ഏറ്റവും ഒരു അടിപൊളി. ഷോട്ട് ഗണ്ണ് കയ്യിൽ പിടിച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത ലുക്ക്. പിന്നെ കോസ്റ്റ്യൂം ഒരു രക്ഷയില്ലായില്ല, ഹെയർ സ്റ്റൈലും ഒരു രക്ഷയില്ലായില്ല, മറ്റേ ഷോർട്ട് ഹെയർ ആയിട്ട്. പിന്നെ നല്ല ഹൈറ്റുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഹീലിൻ്റെ അടിയുന്നു. പിന്നെ ആ 2 പേരിങ്ങനെ വാതിൽ തുറന്നു കൊടുക്കുന്ന ആ സംഭവം പരിപാടി എന്തായാലും കിടുക്കാച്ചയായിട്ടുണ്ട്. പോസ്റ്റർ കൊള്ളാം. അന്ന് അതിനാണ് ഇറങ്ങിയത്. പിന്നെ ഒരു തെലുങ്ക് പടമാണ്, നമ്മുടെ രവി തേജ നായകനാവുന്ന പടമാണ്. ഭരത മഹാസായുലു ലഘു
വിജ്ഞപ്തി, ഭരത സായുലഘു വിജ്ഞപ്തി. സോറി ഗേസ്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഓക്കെ, ഈ പടം നമ്മുടെ രവി തേജ പുള്ളിൻ്റെ പടമാണ്. എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. ജനുവരി 16 കണ്ടാണ് റിലീസ്, 17 16 അങ്ങനെയാണ് റിലീസ്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഈ പടത്തിൽ ഒരു സോങ്, ഒരു ഐറ്റം സോങ് റിലീസാവുന്നുണ്ട് ഇന്ന്. ഒരു 4 മണിക്കൂർ ഒരു 3 മണി 4 മണി ആ ടൈമിൽ 3 മണിക്ക് റിലീസാവും. ഒരു ഐറ്റം സോങ് റിലീസാവുന്നുണ്ട്. ഇതിൽ 2 നായികകളുണ്ട്. ഒന്ന് ഡിംപിൾ ഹയാത്തി, പിന്നെ രണ്ടാമത് അഷിക രംഗനാഥ്. 2 അടിപൊളി ആക്ട്രസ്സാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 പേരുടെ ഐറ്റം സോങ് റിലീസാവുന്നുണ്ട്. അതിൻ്റെ ടീച്ചർ കണ്ടു, എനിക്ക് ഭയങ്കര എന്തോ പോലെ തോന്നി. പക്ഷെ നായികമാരും ഒരു രക്ഷയില്ല കേട്ടോ, നന്നായി മുതലെടുത്തിട്ടുണ്ട് ഡയറക്ടർ. അപ്പോൾ അഷിക രംഗനാഥ് ഒരു രക്ഷയില്ല കേട്ടോ സാധനം. അപ്പോൾ ഐറ്റം സോങ് ഇന്ന് റിലീസാവുന്നുണ്ട്, ഞാൻ എന്തായാലും കാണുന്നതായിരിക്കും. അതെന്തായാലും പൊളിക്കും. അതിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിറിക്കൽ ആവാണ്ടിരുന്നാൽ മതി, ലിറിക്കൽ വീഡിയോ ആവാണ്ടിരുന്നാൽ മതി. ഓക്കെ, അടുത്തത് സർവ്വമായ മൂവി. ഒരു രക്ഷയില്ലാത്ത മൂവിയായിരുന്നു അല്ലേ, നല്ല മൂവിയായിരുന്നു, ഭയങ്കര ഫീൽ ഗുഡ്. ഞാൻ ഇന്നലെ വീണ്ടും പോയി കണ്ടു കേട്ടോ, ഫാമിലിയോടൊപ്പം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇന്നാണ് ശരിക്കും ആ പടം ഫുള്ളായിട്ട് ഞാൻ മര്യാദയ്ക്ക് കണ്ടത്. ഫസ്റ്റ് ടൈം ഞാൻ കണ്ടപ്പോൾ ഭയങ്കര എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ പോലെ വന്ന്, പിന്നെ എനിക്കത് മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഒരു ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പടം ഞാൻ ശരിക്കും കണ്ടു. പിന്നെ ഇടയിൽ ഫോൺ കോളൊക്കെ വന്നു, അപ്പോൾ മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ലൊരു അടിപൊളി ഫീൽ ഗുഡ് മൂവിയാണ്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലും കാണാം. അപ്പോൾ പടത്തിൻ്റെ കളക്ഷൻ 60 കോടി പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ കറക്റ്റ് കളക്ഷൻ ഞാൻ ചിലപ്പോൾ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇന്നത്തെ 2-ാം തീയതിത്തെ കളക്ഷൻ്റെ ഇത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് YRF സ്പൈ യൂണിവേഴ്സ്. യശ്രാജ് ഫിലിംസിൻ്റെ മൂവിയാണ്. നമ്മുടെ YRF സ്പൈ യൂണിവേഴ്സിൻ്റെ വരുന്നത് ലാസ്റ്റത്തെ മൂവി. അയ്യോ, മറ്റേ ആൽഫ, പടത്തിൻ്റെ പേര് ആൽഫ. ആലിയ ഭട്ടാണ് നായികയാവുന്നത്, ബോബി ഡിയോൾ വില്ലനാവുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. വില്ലനാണോ എന്താണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഷർവി എന്ന് പറഞ്ഞിട്ടുള്ള നായിക ഉണ്ട്. മുഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ്റെ ഒരു പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 പേരും എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ YRF സ്പൈ യൂണിവേഴ്സ് ആയതുകൊണ്ട് തന്നെ, ആലിയ ഭട്ട് ആയതുകൊണ്ട് തന്നെ, ഷർവി ആയതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ആലിയ ഭട്ടിനെ ഞാൻ കണ്ടിട്ട് കുറേ നാളായി. YRF ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. വാർ 2 നമ്മുടെ കിയാര അദ്വാനിയെ കണ്ട പോലെ ഒരു രക്ഷയില്ലാത്ത അടിപൊളി കോസ്റ്റ്യൂംസും ഭയങ്കര ഗ്ലാമറായിരിക്കും പരിപാടി. ആയാൽ മതിയായിരുന്നു അല്ലേ. ശരി, ഞാൻ ഭയങ്കര പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അയ്യോ, ഞാൻ അപ്ഡേറ്റ് പറഞ്ഞില്ലേ, ഈ തേങ്ങ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ. സോറി, ഏപ്രിൽ 17 ഈ പടം റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പ്ലാൻ. ഇവർ നേരത്തെ പ്ലാൻ ചെയ്തത് ഏപ്രിൽ 17 ഇവർ റിലീസ് ഡേറ്റൊക്കെ പുറത്തു വിട്ടതാണ്. അപ്പോൾ നമ്മുടെ ബാറ്റിൽ ഓഫ് ഗൽവാനില്ലേ, നമ്മുടെ സൽമാൻ ഖാൻ്റെ പടം, അത് ക്ലാഷ് വെച്ചിരിക്കുകയാണ് അത്ര. അപ്പോൾ ഇതാണ് ക്ലാഷ് വെച്ച കാരണം അവർക്കൊരു ചെറിയൊരു പേടി, അതിൻ്റെ കൂടെ മുട്ടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവർ മാറ്റാൻ തീരുമാനിച്ചു എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല, പുറത്തുവിടുമായിരിക്കും. മാറ്റണം നല്ലതാണ്, പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. മറ്റേ ബാറ്റിൽ ഓഫ് ഗൽവാൻ ഇത്തിരി കണ്ടന്റ് ഓറിയൻ്റൽ പടമാണ്. നമ്മുടെ ഏത് സംഭവമാണെന്ന് എനിക്കറിയില്ല, ഓപ്പറേഷൻ സിന്ദൂറോ വേറെന്തൊരു പരിപാടി, ആ പരിപാടി എന്തോ റിയലിസ്റ്റിക് വേർഷനാണ്. അത് അതിൻ്റെ ടീച്ചർ പുറത്ത് വിട്ട്, അതിൽ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ പരിപാടി കൊള്ളാമെന്ന് തോന്നുന്നു. സലുബായി പക്ഷെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ലുക്കും പരിപാടി, ഇങ്ങനെ എയർ പിടിച്ച് നിർത്തലൊന്നുമില്ല, കൊള്ളാവുന്ന പരിപാടിയായിരിക്കും. അപ്പോൾ എന്തൊക്കെയായാലും ഗൈസ്, ബൈ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2026 എല്ലാവർക്കും നല്ല ഗോൾസും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. എൻ്റെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കാം.
നല്ലൊരു വർഷമാവാൻ സാധിക്കട്ടെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.